മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ട് പോലീസ് ആ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയ പോലീസ് കണ്ടത് നാട്ടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. കൈയും കാലും ഒഴികെയുള്ള എല്ലാ ശരീരഭാഗങ്ങളും കത്തിക്കരിഞ്ഞ് വെണ്ണീറായിരിക്കുന്നു. കൊല്ലപ്പെട്ടത് ഒരു സ്ത്രീയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് ഒരു പാദസരം കണ്ടിട്ടായിരുന്നു. തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വടൽപ്പാക്കം പോലീസിൽ മുൻ കാമുകനായിരുന്ന മുത്തുകുമാർ ഒരു പരാതി നൽകിയത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ പോലീസ് സംഭവം നടന്ന സ്ഥലത്തേക്ക് മുത്തുകുമാറിനെ വിളിച്ചു വരുത്തുന്നു. കത്തിക്കരിഞ്ഞ മൃതശരീരം കണ്ട മുത്തുകുമാർ അത് തന്റെ ഭാര്യ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. അവർക്ക് പലരുമായും പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കവിതയുടെ മൊബൈൽ പോലീസ് പരിശോധിക്കുന്നത്. ഈ പരിശോധനയിൽ നിന്ന് പോലീസിന് ഒരു കാര്യം മനസ്സിലായി. കവിതയ്ക്ക് നിരന്തരമായി ആളുകളുമായി ബന്ധമുണ്ടായിരുന്നു. ഈ ആളുകളുമായൊക്കെ പല തവണ പല ലോഡ്ജുകളും കവിത പോയിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. തുടർന്ന് കവിത മരണപ്പെട്ട വിവരം ആദ്യത്തെ ഭർത്താവായ പെരുമാളിനെയും കവിതയുടെ മാതാപിതാക്കളെയും പോലീസ് അറിയിച്ചു. പക്ഷെ മൃതദേഹം ഒന്ന് ഏറ്റുവാങ്ങാനോ കാണാനോ പോലും അവർ തയ്യാറല്ലായിരുന്നു. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതിൽ മാത്രമാണ് ശരിയുള്ളത്. തന്നെ ദയവായി ഉപദ്രവിക്കരുതെന്നും അത് ജീവിതത്തിൽ സംഭവിച്ച ഒരു കറുത്ത അധ്യായമായി മറക്കാനാണ് താല്പര്യമെന്നും കവിതയുടെ ആദ്യത്തെ ഭർത്താവായ സ്കൂൾ അധ്യാപകനും കൂടിയായ പെരുമാൾ പോലീസിനെ അറിയിച്ചു. മാതാപിതാക്കൾ തങ്ങൾക്ക് അവളെ ഏറ്റെടുക്കാൻ സാധിക്കില്ലെന്നും മൃതശരീരം എന്ത് ചെയ്താലും തങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പരാതിയില്ല എന്നും പോലീസിനെ അറിയിച്ചു. അങ്ങനെ ആ മൃതദേഹം എവിടെയോ എങ്ങനെയോ അടക്കം ചെയ്തു. നല്ലൊരു കുടുംബത്തിൽ ജനിച്ചിട്ടും നല്ല ജീവിത പാശ്ചാത്തലം ഉണ്ടായിട്ട് കൂടി കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് വീട്ടുകാർ ഉപേക്ഷിച്ച ജന്മമായിരുന്നു. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ കാരണം മാതാപിതാക്കൾ പോലും ഉപേക്ഷിച്ച കവിതയുടെ ജീവിതം ഒരു ദുരന്തമായി അവസാനിക്കുകയാണ്.